ഹലോ ഗേസ്, ഗുഡ് ഈവനിങ്. വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എവിടെയെങ്കിലും പോകാനുള്ള ഒരു പൂതി കൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുങ്ങി റെഡിയായി ഇറങ്ങി ഞങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ വടക്കോട്ട് പോകാമെന്ന് കരുതി വടക്കോട്ട് എന്നെ വെച്ച് പിടിച്ചു. വടക്കോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗത്തി ദ്വീപിൻ്റെ വടക്ക് എല്ലാവർക്കും അറിയാൻ ലഗൂൺ ബീച്ചാണ്. ആ ബീച്ചിൽ ഒന്ന് പോയി ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഫ്രഷായിട്ട് വരാമെന്ന് കരുതി നമ്മളൊന്ന് ഇറങ്ങി പോകുമ്പോൾ വഴിയിലൊക്കെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് പേര് കൂട്ടുകാരുകളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, പിന്നെ കഥ പറഞ്ഞിരിക്കുന്നവരുണ്ടാവും, വൈകുന്നേരങ്ങൾ ആസ്വദിക്കുന്നവരുണ്ടാവും, അങ്ങനെ പലരും. അതിനിടയിലാണ് സ്വർണ്ണ നിറമുള്ള ലൈറ്റുകൾ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് കണ്ട് അവിടെ നോക്കുമ്പോൾ അവിടെ നിറയെ ആൾക്കാരാണ്. അവിടെ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവിടെ ഭക്ഷണം കഴിക്കുന്നവരും ചായ കുടിക്കുന്നവരും ജ്യൂസ് കുടിക്കുന്നവരും അങ്ങനെ പലതും. അതിനിടയിലാണ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ നോക്കി അവിടെ പല്ല് കാണിക്കുന്നത് കണ്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു എന്നെ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് അവളെയും വീഡിയോ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ പോകുമ്പോൾ കുറേ പേര് അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് പേര് കണ്ടു. അതിനിടയിലാണ് ഞങ്ങളുടെ നാട്ടിലെ രണ്ട് സുന്ദരികൾ റോഡിൻ്റെ നടുവിൽ നിന്നിട്ട് നമ്മളോട് കളിയാക്കി ചിരിക്കുന്നതുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് ഞാനും കുറേ ഡയലോഗ് അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു അങ്ങനെ വന്ന് ഞങ്ങൾ ലഗൂൺ ബീച്ചിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ഉള്ള കുറേ വീഡിയോസ് ഞാൻ പകർത്തി, കാഴ്ചകൾ ഞാൻ പകർത്തി. അതിനിടയിൽ മോള് സൈക്കിൾ പാർക്ക് ചെയ്യാനോ ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്ത് മക്കളെ വണ്ടിയിൽ നിന്ന് ഇറക്കി ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങളിതാണ് ലഗൂൺ ബീച്ചിൻ്റെ പിന്നെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ വർക്കിംഗ് അല്ല. ഇതാണ് ഈ കാണുന്നതാണത് കേട്ടോ. അപ്പോൾ ഇത് ബീച്ച് അടിപൊളിയാണ്, പക്ഷേ ബീച്ചിൽ നിറയെ വേസ്റ്റാണ്. ഈ വേസ്റ്റൊക്കെ പെറുക്കി കളഞ്ഞാൽ തന്നെ ബീച്ചിന് ഒരു സൗന്ദര്യം കൂടും. അപ്പോൾ അതിനിടയിൽ ഇത് നോക്കുമ്പോൾ ഉണ്ട് അവിടെ കുറേ ടൂറിസ്റ്റാണ് കേട്ടോ. അവരെല്ലാവരും കട കുളിക്കാനും കടലിൽ കളിക്കാനും അവരെ ശകാരിക്കുന്ന ഒരു അച്ഛനും എല്ലാവരെയും ഞങ്ങൾ കണ്ടു. അവിടെ വീഡിയോസ് പകർത്തുന്ന ഫോട്ടോ എടുക്കുന്ന കുറേ പേര്. ഇത് ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടായിട്ട് വേസ്റ്റ് ബിന്നിലിടാൻ വേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ വേസ്റ്റ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ച് തറി കിടക്കുന്നു. അതിനിടയിൽ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ ഇരിക്കുന്നതാണ്. അവളുടെ മോളാണ് കേട്ടോ ഈ കാണുന്നത്. അവളൊരു കുട്ടി വ്ളോഗറും കൂടിയാണ്. എന്നിട്ട് അവരോടും കുശലം പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടങ്ങി പോകുമ്പോഴുണ്ട് ഇവിടെ ഐ ലവ് അഗത്തി എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഇത് കാണാം. ഇവിടെ ഇതിൻ്റെ താഴെ നിന്നിട്ട് കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഔട്ട് ഓഫ് കൺട്രീസിൽ നിന്ന് വരുന്നവരൊക്കെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അതിനിടയിൽ ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇരിക്കണം, ഒന്ന് അടിപൊളിയാവണം, കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വേസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്നു ഓടിക്കിടക്കുന്നത്. അതിനിടയിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയി. ആ കാണുന്നതാണ് റിസോർട്ട് കേട്ടോ, ഗസ്റ്റുമാർ വന്നാൽ നിൽക്കാനുള്ള റിസോർട്ട്. ഈ കാണുന്നത് ഒരു മീനാണ്, വലിയ മീനാണ്, പക്ഷേ അത് ഒരു വേസ്റ്റ് ബിന്നും കൂടിയാണ് കേട്ടോ. ഇതൊക്കെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം. അതിനിടയിൽ ചന്താമ്മ നമ്മളെ നോക്കി ഇങ്ങനെ കണ്ണു വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ പോയി അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും പറഞ്ഞ് കുശലവും പറഞ്ഞ് വീഡിയോസ് എടുത്ത് പിന്നെ കുറേ പാട്ടൊക്കെ പാടി. പക്ഷെ പാട്ടൊന്നും ഇതിൽ എഡിറ്റ് ആക്കിയിട്ടില്ല, കാരണം കാറ്റിന് ഭയങ്കര സൗണ്ട് ഉള്ളത് കൊണ്ട് വോക്കലൊന്നും ക്ലിയർ ഉണ്ടായില്ല. അത് അവിടെ നിന്ന് മടങ്ങിയപ്പോഴാണ് അവിടെ കുറേ കേരളക്കാരിൽ ഇരുന്നിട്ട് അവരുടെ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയി, കപ്പലില്ല, പ്രോഗ്രാമില്ല, ഇവിടെ പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താണെന്നറിയോ, കാശ്മീരിൽ വെടിവെപ്പ് ഉണ്ടായതുകൊണ്ട് അവിടുത്തെ എഫക്റ്റ് ഇവിടെയും ഉണ്ടായി, അത്രയേ ഉള്ളൂ. അതിനിടയിൽ പിന്നെ ഇവിടെ അവരോട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി. പിന്നെ അവിടെ നിന്ന് മെല്ലെ മഴ ചാറുന്നുണ്ടായിരുന്നു, നല്ല കാറ്റും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കയറിയപ്പോൾ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് ചായയും കോഫിയും സ്നാക്സും എല്ലാം കഴിച്ചു. പിന്നെ കുട്ടികൾ ഭയങ്കര കച്ചറയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അവിടെ കൂടുതൽ ടൈം ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് കാറ്റിൻ്റെ ശക്തി കൂടി ഇവിടുത്തെ സാധനം കാറ്റിൽ പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീണ്ടും പുതിയ വ്ളോഗായിട്ട് അടുത്ത ദിവസം കാണാൻ. ടാറ്റാ, ബൈ ബൈ.